മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിക്ക് മകൾ വീണ വിജയനും ഇന്ന് അതീവ നിർണായക ദിനം. SFI അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജി കമ്പനി നൽകിയ ഹർജിയിൽ കർണാടക ഹൈക്കോടതി ഇന്ന് ഇടക്കാല വിധി പറയും. അല്പസമയത്തിനകം തന്നെ ജസ്റ്റിസ് നാഗപ്രസന്നയുടെ ബെഞ്ച് വിധി പറയും. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ് പറഞ്ഞതുപോലെ തന്നെയാണ് അതീവ നിർണായകമാണ് SFIയുടെ അന്വേഷണം സംബന്ധിച്ച് വീണ വിജയനെയും മുഖ്യമന്ത്രിയും സംസ്ഥാന സർക്കാരിനും കർണാടക ഹൈക്കോടതിയുടെ നിലപാട് അത്രത്തോളം സുപ്രധാനമാണ്. നടപടിക്രമങ്ങൾ എത്ര മണിക്കായിരിക്കും ആരംഭിക്കുക? മറ്റു വിവരങ്ങൾ കൂടി. കെ പി സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാവരും കാത്തിരിക്കുന്ന അല്ലെങ്കിൽ നിർണായകമായ ഒരു തീരുമാനം, അന്തിമമായ വിധി തന്നെയാണ് കർണാടക ഹൈക്കോടതിയിൽ നിന്ന് കാത്തിരിക്കുന്നത്. കാരണം വലിയ ഒരു നിയമ പോരാട്ടത്തിലേക്കാണ് നീങ്ങിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരായ ആരോപണങ്ങളെ പ്രതിരോധിക്കാനുള്ള ഒരു നീക്കങ്ങളുടെ ഭാഗമായി പ്രത്യേകിച്ച് വിവാദ കമ്പനിയായ CMRൽ നിന്ന് 1,72,00,000 രൂപ തന്റെ കമ്പനിയായ എക്സലോജിക്കിന്റെ പേരിൽ കൈപ്പറ്റിയിട്ടുള്ള വീണ വിജയൻ ഇതുമായി ബന്ധപ്പെട്ട SFIO അന്വേഷണം, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം പൂർണ്ണമായും തന്നെ തടയണമെന്ന ഒരു ആവശ്യമാണ് ഉയർത്തുന്നത്. അത്തരത്തിൽ SFIയുടെ അന്വേഷണം തടയണമെന്നും അതിനുള്ള അന്വേഷണം നടത്താനുള്ള അധികാരം SFIക്ക് ഇല്ല. കാരണം ഇക്കാര്യത്തിൽ മറ്റൊരു സമാന്തരമായ അന്വേഷണം നടത്തുന്നുണ്ട്. രജിസ്ട്രാറിന്റെ അന്വേഷണം നടക്കുന്ന അതേ ഘട്ടത്തിൽ തന്നെ മറ്റൊരു അന്വേഷണം SFIO നടത്തുന്നത് നിയമാനുസൃതമല്ല എന്ന കാര്യമാണ് വീണ വിജയൻ ചൂണ്ടിക്കാണിക്കുന്നത്. സ്വാഭാവികമായും തന്നിലേക്ക് എത്തുന്ന അന്വേഷണത്തെ തടസ്സപ്പെടുത്താനുള്ള ഒരു നീക്കം തന്നെയാണ് വീണ വിജയന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. കാരണം SFIO വലിയ വിപുലമായ അധികാര പരിധികളുള്ള ഒരു അന്വേഷണ ഏജൻസിയാണ്. ആ അന്വേഷണ ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം ഈ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലുകൾ നടത്താം, ആവശ്യമെങ്കിൽ അറസ്റ്റ് നടപടികളിലേക്ക് കടക്കാം. അത്തരത്തിൽ ശക്തമായ നിയമ നടപടികൾ എടുക്കാൻ കഴിയുന്ന ഒരു അന്വേഷണ ഏജൻസി എന്ന നിലയിൽ SFIയുടെ അന്വേഷണം വരികയാണെങ്കിൽ സ്വാഭാവികമായും വിവാദ കമ്പനിയായ കരിമണൽ കമ്പനിയായ CMRലുമായി നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ എന്തിനായിരുന്നു, 1,72,00,000 രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾ എന്തായിരുന്നു എന്നതിന് വീണ വിജയൻ മറുപടി നൽകേണ്ടി വരും. വീണ വിജയന്റെ പേരിൽ ബംഗളൂരിൽ ലിസ്റ്റ് ചെയ്ത കമ്പനിയായ എക്സലോജിക്ക് മറുപടി പറയേണ്ടി വരും. മാത്രമല്ല CMRലും ഇതിന് കൃത്യമായ കണക്കുകൾ കാണിക്കേണ്ടി വരും. നിലവിൽ ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം തന്നെ ആദ്യമായി പുറത്തു വരുന്നത്. ഒപ്പം തന്നെയാണ് 135 കോടിയോളം രൂപ വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്കും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾക്കുമായി CMRL നൽകിയിട്ടുണ്ട്. കരിമണൽ കമ്പനിയായ CMRL നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ SFIO സൂചിപ്പിക്കുന്നത് ഇതിന്റെ എല്ലാം കാര്യങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ SFIO അന്വേഷണം മാത്രമാണ് ഇവിടെ ഏറ്റവും അഭികാമ്യമായിട്ടുള്ള അന്വേഷണ ഏജൻസി. കാരണം അത്തരം വിപുലമായ അധികാരങ്ങൾ പ്രയോഗിക്കപ്പെടേണ്ടി അതിവിപുലമായ അധികാരം തന്നെയാണ് SFIക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് സ്വാഭാവികമായും ഈ ഒരു ഏജൻസിയുടെ SFIയുടെ അന്വേഷണത്തെ വീണ വിജയനും എക്സാലോജിക്കും ഒപ്പം സർക്കാരും ഒക്കെയും ഭയക്കുന്നതല്ലേ. അതുകൊണ്ട് തന്നെയാണ് CPM ഒരു കവചം ഇതിനകം മുഖ്യമന്ത്രിക്കും വീണ വിജയനും ഒരുക്കിയത്. കാരണം ഇങ്ങനെയാണ് SFIയുടെ അന്വേഷണം പോവുകയാണെങ്കിൽ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, രേഖകളുടെ അടിസ്ഥാനത്തിൽ അഴിമതി നടന്നു, ക്രമക്കേട് നടന്നു എന്ന കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ അന്വേഷണം പോകുന്നത്. അത്തരത്തിലുള്ള നിഗമനത്തിലേക്ക് തന്നെ സ്വാഭാവികമായും നിലവിലെ രീതി വെച്ച് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് SFIയുടെ അന്വേഷണം തടയണമെന്നുള്ള ഒരു നിലപാട് ഇവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഇടക്കാല വിധി ഇന്നുണ്ടാകാൻ തന്നെയാണ് സാധ്യത. ആ വിധിയും അതീവ നിർണായകമാണല്ലേ? കെ പി, തീർച്ചയായും ഇവിടെ നിരവധി രേഖകൾ അന്വേഷണ സംഘം പിടിച്ചെടുത്തിരുന്നു SFIO. കാരണം അത് CMRലുമായി ബന്ധപ്പെട്ട രേഖകളാണ്. ആലുവയിലെ കോപ്പറേറ്റീവ് ഓഫീസിൽ നിന്ന് ഇതിന്റെ രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. മാത്രമല്ല KSIDC പോലുള്ള അനുബന്ധമായ സ്ഥാപനങ്ങളിൽ നിന്ന്, അതായത് CMRലിൽ നിക്ഷേപമുള്ള സർക്കാർ ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ നിന്നടക്കമുള്ള രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. സ്വാഭാവികമായും ഇനി അന്വേഷണം ചെന്നെത്താൻ നിൽക്കുന്നത് അത് എക്സലോജിക്കിലാണ്. എക്സലോജിക്കിന്റെ മുഴുവൻ സാമ്പത്തിക വിനിമയങ്ങളും ഇടപാടുകളും അന്വേഷണ സംഘത്തിന് മുന്നിൽ ബോധ്യപ്പെടുത്തേണ്ടി വരും. ആ ഒരു സാഹചര്യത്തിലാണ് ഈ അന്വേഷണം തടയണമെന്ന ആവശ്യം ഉയർത്തുന്നത്. മാത്രമല്ല അവിടെ അവർ ചൂണ്ടിക്കാണിക്കുന്നത് ചില ചട്ടങ്ങളും നിയമങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രതിരോധമാണ് വീണ വിജയൻ തീർക്കുന്നത്. കാരണം ചട്ടം 210 പ്രകാരം രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ അന്വേഷണം നടക്കുന്നു. ചട്ടം 212 പ്രകാരം അതേ ഘട്ടത്തിൽ തന്നെ SFIO അന്വേഷണം നടക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ രണ്ട് അന്വേഷണങ്ങളും സമാന്തര അന്വേഷണങ്ങളാണ്. രണ്ട് സമാന്തര അന്വേഷണങ്ങൾ ഒരേ കേസിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല തുടങ്ങിയ വാദങ്ങളാണ് അവിടെ വീണ വിജയൻ ഈ അന്വേഷണത്തെ തടയുന്നതിന് വേണ്ടി മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് SFIOയെ സംബന്ധിച്ചിടത്തോളം അവർ കൃത്യമായി തന്നെയുള്ള വിവരങ്ങൾ കോടതിയെ ധരിപ്പിച്ചു
ഏൽപ്പിച്ചിട്ടുണ്ട് കർണാടക ഹൈക്കോടതിയെ. കാരണം നിലവിൽ കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കർണാടകയിൽ ആയതുകൊണ്ട് തന്നെ, ബംഗളൂരിൽ രജിസ്റ്റർ ചെയ്ത കമ്പനി ആയതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വീണ വിജയൻ ഹർജി നൽകിയിരിക്കുന്നത് കർണാടക ഹൈക്കോടതിയിലാണ്. തിങ്കളാഴ്ച വിശദമായ വാദങ്ങൾ കേട്ടിരുന്നു. അവിടെ SFIO ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് ഇക്കാര്യത്തിൽ പ്രധാനപ്പെട്ട തെളിവുകൾ പലതും ലഭിച്ചിട്ടുണ്ട്. 1,72,00,000 രൂപ വീണ വിജയന്റെ IT സൊല്യൂഷൻസ് കമ്പനിയായ എക്സലോജിക്കിന് നൽകിയത് ഏതെങ്കിലും തരത്തിലുള്ള സേവനങ്ങൾ നൽകിയിട്ടില്ല. ഒരു സേവനം പോലും നൽകാതെ തുടർച്ചയായി ഇത്തരത്തിൽ വീണ വിജയന്റെ സ്ഥാപനത്തിന് പണം അനുവദിച്ചുകൊണ്ടിരുന്നത്, അതും ഒരു വിവാദ കമ്പനി തുടർച്ചയായി പണം അനുവദിച്ചുകൊണ്ടിരുന്നതും ആ കമ്പനിക്ക് ലഭിച്ച, സർക്കാരിൽ നിന്ന് ലഭിച്ച ചില ഇളവുകളുമെല്ലാം സംശയം ജനിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു വിശദമായ ഒരു അന്വേഷണം നടക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥ വസ്തുതകൾ പുറത്തു വരികയുള്ളൂ എന്ന കാര്യമാണ് പ്രധാനമായും അവിടെ അന്വേഷണ സംഘം ചൂണ്ടിക്കാണിച്ചത്, SFIO ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. മാത്രമല്ല SFIO മുന്നോട്ട് വെച്ച മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കൾക്കടക്കം 135 കോടി രൂപ CMRL കണക്കിൽപ്പെടാത്ത പണമായി നൽകിയിട്ടുണ്ട്. അതിനൊന്നും കണക്കില്ല. ആരെല്ലാമാണ് വാങ്ങിയത് എന്നത് സംബന്ധിച്ച് CMRLന്റെ ഉടമ രേഖപ്പെടുത്തിയ ചില വിവരങ്ങൾ മാത്രമാണുള്ളത്. ഡയറിയിൽ രേഖപ്പെടുത്തിയ പേരുകൾ, അതും ചുരുക്കപ്പേരുകളായി രേഖപ്പെടുത്തിയ പേരുകളാണ് ഉള്ളത്. ആ പേരുകളെ സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തണം. ആ പേരുകൾ ആരെല്ലാമാണ് ആ രാഷ്ട്രീയ നേതാക്കൾ, എന്തിനാണ് CMRL നിന്ന് വലിയ തുക വാങ്ങിയത്, പകരമായി തിരികെ അനുവദിച്ചിട്ടുള്ള ആനുകൂല്യങ്ങൾ എന്തെല്ലാമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ, വിശദമായ വിവരങ്ങൾ പുറത്തുവരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ SFIOയുടെ അന്വേഷണം ആവശ്യമായി വരുന്നത് എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല ഇക്കാര്യത്തിൽ SFIOയ്ക്ക് നിരവധി അധികാരങ്ങളുണ്ട്. പ്രത്യേകമായി തന്നെ മറ്റു സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന ഏജൻസികളിൽ നിന്ന് വ്യത്യസ്തമായി വിപുലമായ അധികാര പരിധികളുണ്ട്. സാധാരണ നിലയിൽ ഇവിടെ ആദായ നികുതി വകുപ്പും അനുബന്ധ അന്വേഷണ ഏജൻസികളുമാണ് ഈ അന്വേഷണങ്ങൾ നടത്താറ്. രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അടക്കമുള്ള അന്വേഷണ ഏജൻസികളാണ് അന്വേഷണം നടത്താറുള്ളത്. എന്നാൽ SFIOയുടെ അന്വേഷണം ഇവിടെ എത്തുമ്പോൾ, SFIO അന്വേഷിക്കുമ്പോൾ സ്വാഭാവികമായും വീണ വിജയൻ ഉൾപ്പെടെയുള്ള ആളുകളെ വിശദമായി ചോദ്യം ചെയ്യാനും ആവശ്യമെങ്കിൽ അറസ്റ്റിലേക്ക് കടക്കാനും, വേണ്ടി വന്നാൽ ആവശ്യപ്പെട്ട രേഖകൾ ഹാജരാക്കിയില്ലെങ്കിൽ വീണയെ SFIO ചോദ്യം ചെയ്യുമെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് ഈ ഒരു ഹർജി നൽകിയത് എന്നതും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ ദിവസം 1 മണിക്കൂറോളം കോടതി, കർണാടക ഹൈക്കോടതി വാദം കേട്ടത് കർണാടകയിൽ ബാംഗ്ലൂർ രജിസ്റ്റർ ചെയ്ത കമ്പനി ആയതുകൊണ്ട് തന്നെയാണ് കമ്പനി കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത്. കൃത്യമായി 1 മണിക്കൂർ വാദം കേട്ട ശേഷം ഒരു ഇടക്കാല വിധിയിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ കൃത്യമായ രീതിയിൽ വീണ വിജയനും സംഘവും തടയിടുക, SFIOയുടെ ചോദ്യം ചെയ്യലുകൾ തടയിടുക, വീണയെ SFIO ചോദ്യം ചെയ്യുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള നീക്കമെന്നതും ശ്രദ്ധേയമാണ്. അതായത് മുറുകുന്ന കുരുക്ക്, അല്ലെങ്കിൽ കുരുക്ക് മുറുകാതിരിക്കാനുള്ള ഒരു ശ്രമം, അത് തന്നെയാണ് വീണ വിജയനും മുഖ്യമന്ത്രിയും സർക്കാരും CPM-ഉം നടത്തിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? കെ പി പറഞ്ഞതുപോലെ തന്നെ എങ്ങനെ ഈ അന്വേഷണത്തെ പ്രതിരോധിക്കാം എന്നത് തന്നെയാണ് CPM ശ്രമിക്കുന്നത്, വീണ വിജയൻ ശ്രമിക്കുന്നത്, മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രമിക്കുന്നത്. കാരണം പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം മകളെ ഇവിടെ സംരക്ഷിച്ചു നിർത്തേണ്ടതുണ്ട്. മാത്രമല്ല തന്റെ വാദങ്ങളെല്ലാം പൊള്ളയാണ്, തെറ്റായിരുന്നു എന്ന് ബോധ്യപ്പെടുമ്പോൾ സ്വാഭാവികമായും പാർട്ടിയിലടക്കം താൻ പ്രതിരോധത്തിലാവും, സർക്കാർ പ്രതിരോധത്തിലാകുന്ന സാഹചര്യം ഉണ്ടാവും. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിച്ച് പറഞ്ഞിരുന്ന കാര്യമെന്ന് പറയുന്നത് എക്സലോജിക്കിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടാണെങ്കിലും കമ്പനി നിയമപ്രകാരം അത് രൂപീകരിച്ചതുമായി ബന്ധപ്പെട്ടും ഒന്നും തന്നെ അനധികൃതമായി ഒന്നും നടന്നിട്ടില്ല. അവിടെ തന്റെ ഭാര്യയ്ക്ക് ലഭിച്ചിട്ടുള്ള, വിരമിക്കുമ്പോൾ ലഭിച്ച ആനുകൂല്യങ്ങൾ, ത്തിന്റെ ആനുകൂല്യങ്ങൾ ലഭിച്ചുകൊണ്ടാണ് അത്തരത്തിൽ ഒരു കമ്പനി മകൾ സ്ഥാപിച്ചത്. അവിടെ ഒന്നും താൻ അനധികൃതമായി ഇടപെട്ടിട്ടില്ല. ഏതെങ്കിലും തരത്തിലുള്ള ബിസിനസ്സുകൾ തന്റെ മകളുടെ കമ്പനിക്ക് ലഭിക്കാൻ വേണ്ടിയുള്ള ഇടപെടലുകൾ നടത്തിയിട്ടില്ല. കൈകൾ ശുദ്ധമാണ് എന്നായിരുന്നു പിണറായി വിജയൻ ആവർത്തിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ പിന്നീട് അത് ഖണ്ഡിക്കുന്ന, അല്ലെങ്കിൽ അതിനെ പൂർണ്ണമായും തന്നെ അത് തെറ്റാണ് എന്ന് വ്യക്തമാക്കുന്ന നിരവധി വിവരങ്ങൾ പിന്നീട് പുറത്തു വന്നു. അങ്ങനെയാണ് BJP നേതാവ് ഷോൺ ജോർജ് അടക്കം നിരവധി തെളിവുകൾ അവിടെ പുറത്തുവിടുകയും എല്ലാം ചെയ്തത്. ഈ കേസുമായി ബന്ധപ്പെട്ട് അടക്കം ഉള്ള കാര്യങ്ങളിലുള്ള വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തിരുന്നു. ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് അങ്ങനെ പ്രതിരോധത്തിലായിരിക്കുന്ന മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം, പ്രതിരോധത്തിലായിരിക്കുന്ന CPM-നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ SFIO അന്വേഷണം ഏത് വിധേനയും തടയേണ്ടതുണ്ട്. SFIO അന്വേഷണം നടന്നു കഴിഞ്ഞാൽ, SFIO രേഖകളടക്കം പിടിച്ചെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ പണം പോയിട്ടുള്ള മാർഗങ്ങളിൽ വ്യക്തത വരും. മാത്രമല്ല ഈ യാതൊരു സേവനവും നൽകാതെ ഇത്രയധികം തുക നൽകിയതിലെ അഴിമതി കൂടി പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടാകും. അങ്ങനെ മേഴ്സിപ്പടി വിവാദത്തിൽ ജിജീഷ് പറഞ്ഞതുപോലെ തന്നെ ഇനിയുള്ള നിമിഷങ്ങൾ അതീവ നിർണായകം തന്നെയാണ്. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിക്ക് മകൾ വീണ വിജയനും നൽകിയ ഹർജിയാണ് ഇന്ന് പരിഗണിക്കുക. SFIO അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടാണ് വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജി കമ്പനി ഹർജി നൽകിയിരുന്നത്. കർണാടക ഹൈക്കോടതി എന്ന അല്പസമയത്തിനകം തന്നെ
ഹർജി പരിഗണിക്കുക. ജിജേഷ് കരുണാകരനാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.